ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി കേട്ടോ. പലപ്പോഴും ഞാൻ പല വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1-2 മാസത്തോളം തുടർച്ചയായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് പോവാറുമുണ്ട്. പക്ഷെ പിന്നീട് എന്തോ എനിക്കതിനകത്തുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. ഞാൻ അങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചു. ഏത് കണ്ടന്റ് അപ്ലോഡ് ചെയ്യണം, ഏത് അപ്ലോഡ് ചെയ്താൽ നല്ലത് എന്ന് പല ആളുകളും ചിന്തിക്കുന്ന പോലെ ഞാനും എൻ്റെ വീട്ടിലിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. അതിനുശേഷം യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ ഏതൊക്കെയാണ് എന്നൊക്കെ ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷേ എനിക്ക് ഇതെല്ലാം കഴിഞ്ഞ് മനസ്സിലായ ഒരു സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ കോമാളിത്തരം കാണിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ബ്യൂട്ടി ബ്ലോഗ്സ് ചെയ്യാനോ കുക്കിംഗ് ചെയ്യാനോ ഒന്നുമുള്ള കഴിവ് എനിക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ ആലോചിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയത്, എനിക്ക് ആ പാടെയുള്ള കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാനുള്ളൊരു കഴിവ് എനിക്കുണ്ട്. അതായത് ഇപ്പോൾ എന്ത് കാര്യവും ഓപ്പണായിട്ട് പറയാനുള്ളൊരു കഴിവ്, അത് ഒരുപാട് ആളുകൾ കൊണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ചപ്പോഴത്തേക്ക് വോയിസ് ഓവർ കൊടുത്തിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാതെ തോന്നി. പക്ഷെ അതിലും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഫേസ് കാണിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് ഫേസ് കാണിച്ചും അതുപോലെ തന്നെ എൻ്റെ വോയിസ് ഇട്ടും എനിക്ക് വീഡിയോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് ഇതിനോടൊക്കെ നല്ല താല്പര്യമുണ്ട്. ആളുകൾ വീഡിയോ ചെയ്യുന്ന കാണുമ്പോഴൊക്കെ എനിക്കും ചെയ്യണം എന്നുണ്ട്. പക്ഷെ അത്ര കോൺഫിഡൻസോ കാര്യങ്ങളോ ഒന്നും എനിക്കൊരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടില്ല. അതിന് യഥാർത്ഥ ഒരു കാരണമുണ്ട് കേട്ടോ. പണ്ട് ഞാനാണെങ്കിൽ ഒരു ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. വേറൊന്നുമല്ല, ഞാൻ പഠിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ഒരു സംസാരിക്കുന്ന വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത്. അത് കണ്ടിട്ട് വളരെ വലിയ പ്രശ്നം ഉണ്ടായി കേട്ടോ. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും എന്നെ ഓരോന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചാനൽ എന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ എനിക്ക് വലിയ കോൺഫിഡൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. എന്തെന്നായാലും എനിക്കിതിനോടുള്ള താല്പര്യം ഇതുവരെ പോയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു, എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കാം. ഇതിൽ ഞാൻ വേറൊന്നുമല്ല പറയാൻ ഉദ്ദേശിക്കുക. എനിക്ക് എന്തൊക്കെയാണോ നിങ്ങളോട് സംസാരിക്കാൻ തോന്നുന്നത് അതെല്ലാം ഞാൻ ഇതിനകത്തോട്ട് സംസാരിക്കും. ഞാനിപ്പോൾ സൗദി അറേബ്യയിലാണ് കേട്ടോ നിൽക്കുന്നത്. ഈ സൗദിയിൽ ഞാൻ ഇവിടുത്തെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ്. പ്രശ്നം വേറൊന്നുമല്ല, ഞാൻ സൗദി അറേബ്യ വന്നിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തായിരുന്നു ഈ ഒരു സ്കൂളിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. എനിക്കിവിടെ ഒരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ എന്നെ റെക്കമെൻഡ് ചെയ്യാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ എനിക്ക് ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിച്ച മേഖലകളിലെല്ലാം എനിക്ക് നല്ല മാർക്കും ഔട്ട്സ്റ്റാൻഡിങ് റിസൾട്ടും ഉണ്ടായിരുന്നു. അത് മാത്രമായിരുന്നു എൻ്റെ ഒരു മുതൽക്കൂട്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളിവിടെ വന്നിട്ട് എത്രയൊക്കെ നമുക്ക് പഠിത്തമുണ്ടെന്നോ കാര്യങ്ങളുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. ആ സ്ട്രഗിൾ എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കൊരു ജോലി കിട്ടൂ. ഏകദേശം ഞാൻ ഇവിടെ വന്ന് ഒരു വർഷത്തോളം ഞാൻ ജോലി ഇല്ലാതെ നിന്നു. ഒരു ജോലി എനിക്കില്ലായിരുന്നു. പലയിടത്തും പോയി CV യും കാര്യങ്ങളൊക്കെ കൊടുത്തു, ഡെമോ എടുത്തു, എന്നിട്ടും എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ലല്ലോ എന്നായിരുന്നു ഞാൻ ആലോചിച്ചത്. ആ സമയത്ത് വളരെയധികം പഠിച്ചിരുന്നെങ്കിലും വീണ്ടും ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് പുറമേക്ക് പോയി കുറേ കാര്യങ്ങളും എല്ലാം ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഞാൻ ഇവിടെ തിരിച്ച് എൻ്റെ വീട്ടിലെത്തുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഏതെങ്കിലും സ്കൂളിൽ നിന്ന് എനിക്ക് കോൾ വരുമായിരിക്കും. പക്ഷെ ഒരു സ്കൂളിൽ നിന്ന് എന്നെ വിളിച്ചില്ല. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞപ്പം ഈ CV കൊടുത്ത സ്കൂളുകളിലേക്ക് എല്ലാം തന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവരിൽ പലരും പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ക്വാളിഫിക്കേഷനും CV ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ കറൻ്റ്ലി ഞങ്ങൾക്ക് വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ വിളിച്ചന്വേഷിക്കുമ്പോഴും അവർ പറഞ്ഞത് വേക്കൻസി വരുമ്പോൾ നിങ്ങളെ അറിയിക്കാം, ആ ഒരു രീതിയായിരുന്നേ. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഞാൻ ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനേക്കാളും ഞാൻ സ്ട്രഗിൾ ചെയ്തു കേട്ടോ, ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. എന്നാൽ പിന്നെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം 1 വർഷത്തോളമായിരുന്നു ഇത്. അതിനുശേഷം വീണ്ടും ഞാൻ പുതുതായിട്ട് CV പ്രിപ്പയർ ചെയ്തു. സെയിം ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെ. എന്നാലും ഒന്നും കൂടെ CV പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ആൾറെഡി കൊടുത്ത സ്കൂളുകളിലെല്ലാം വീണ്ടും കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് എനിക്ക് ഒരു സ്കൂളിൽ നിന്ന് ഒരു കോൾ വരുന്നത്. സ്കൂളിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നമ്മുടെ സൗദി അറേബ്യയിലുള്ളൊരു സ്കൂൾ തന്നെ കേട്ടോ. അങ്ങനെ സ്കൂളിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു. കോൾ വന്നപ്പോൾ ഞാനത് അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് ഒരു ടീച്ചറിനെ ആവശ്യമുണ്ട്, ഇന്ന സബ്ജക്റ്റ് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ എഗ്രി ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ജോലി അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നു. ആ ഒരു ജോലി ഇല്ലെങ്കിൽ പിന്നെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അതെന്താ ഇത്രയും നാളും ജോലി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നത്? കാരണം അതിൻ്റെ സാലറി വളരെ കുറവായിരുന്നു. വളരെ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സർവൈവൽ മോഡ്, അതായത് എന്താ ജീവിച്ചു പോവാം, അത്രേ ഉള്ളൂ. അതിനപ്പുറം അതിലൊന്നും ഇല്ലായിരുന്നു. എങ്കിലും എനിക്കൊരു ജോലി എന്ന് പറയുന്നത് അത്യാവശ്യമായിരുന്നു.
ആ കാരണം രണ്ടും ഉണ്ട് കേട്ടോ. ഇത്രയും നാൾ ഇവിടെ വന്ന് നിന്നിട്ട് നിനക്ക് ജോലിയൊന്നും ആയില്ലേ എന്നുള്ള ആളുകളുടെ പരിഹാസം, അതുപോലെ തന്നെ ഇത്രയും നാൾ പഠിച്ചിട്ട് എന്തായി എന്നുള്ള എനിക്ക് എന്നോട് തന്നെയുള്ള ചോദ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കണ്ണും പൂട്ടി വളരെ കുറഞ്ഞ സാലറി, വളരെ എന്ന് വെച്ചാൽ ഒരു റേറ്റിംഗ് സ്കെയിലിൽ 1 to 10 റേറ്റിംഗ് സ്കെയിലാണെങ്കിൽ അതിൽ 1 നിൽക്കുന്ന സാലറിയാണ്. എങ്കിലും ഞാനത് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ അതിലുണ്ടായിരുന്ന ഒരേ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു ഈ സ്കൂള്. അതായത് സ്കൂളിൽ ഇപ്പോൾ 1 മണിക്ക് വിടുകയാണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ ഏകദേശം 1:15 എത്തിച്ചേരാം. അത്ര അടുത്തായിരുന്നു. ഈ സ്കൂളിൻ്റെ ടൈമിംഗ് ആയിരുന്നു ഒരു വലിയ സ്പെഷ്യാലിറ്റി. ഇവർക്ക് രാവിലെ 7 മണി തൊട്ട് 11:30 വരെ മാത്രമേ ഇവിടെ സ്കൂളുള്ളൂ. ചെറിയൊരു സ്കൂളാണ്. ആകെപ്പാടെ 5ാം ക്ലാസ് വരെ മാത്രമേ അവിടെ ക്ലാസ്സുകളുള്ളൂ. ഓരോ സെക്ഷനും ഓരോ ഡിവിഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ എനിക്ക് വളരെയധികം സന്തോഷമായി. എന്തായാലും സ്കൂളെന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്താണല്ലോ. പിന്നെ ഒരു വർഷത്തോളം ഉള്ള എൻ്റെ സ്ട്രഗിളിൽ കാത്തിരുന്ന് കിട്ടിയതുമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പോസ്റ്റ് ഗ്രാജുവേഷനും അതിനപ്പുറം റിസർച്ച് ഡിഗ്രിയും ഒക്കെ ഉള്ള ഞാനാണ് ഒരു 3ാം ക്ലാസ്സിലേക്ക് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. 3ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഒരു ജോലി ഈ ഒരു ലോകത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയേറെ സ്ട്രഗിൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കാത്തിരുന്ന് അവസാനം എനിക്ക് എൻ്റെ ആദ്യത്തെ ജോലി, ഇക്കാമയിൽ ഞാൻ വന്നതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ജോലി എനിക്ക് സൗദി അറേബ്യയിൽ ലഭിച്ചു.